So before we move on to the question and sessions, ഇപ്പം നമ്മുടെ ഗ്രേറ്റസ്റ്റ് മൂവീസ് ഓസ്കർ വിന്നിംഗ് മൂവീസ് ഒക്കെ നമുക്ക് അതിനൊരു ചെറിയ ഡീകോഡിങ് വേണം. മീൻസ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ മഹാവീരനാണെങ്കിൽ ക്രിട്ടിക്കലി ഭയങ്കര ക്ലെയിംഡ് ആണ്. ആൻഡ് ഓൾസോ അതിൽ ചിലർക്ക് പറഞ്ഞാൽ ഒരു ചെറിയ പോയിന്റ് ഓഫ് എലമെന്റ് ഓഫ് ഡൗട്ട്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ ബിഫോർ വി മൂവ് ഓൺ ടു ദാറ്റ് ബിഷർ സാറിൽ നിന്ന് ഹൗ ഇസ് ദ സക്സസ് ഗോയിങ്, എങ്ങനെയാണ് റെസ്പോൺസ് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇഷ്യൂ. വളരെ ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ റെസ്പോൺസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സിനിമയെ കാണുന്നവർ, സിനിമയെ മനസ്സിലാക്കുന്നവർ, സിനിമയെ കുറിച്ച് എഴുതുന്നവർ, ഓരോരുത്തരും കാണുന്നവർ അവരവരുടേതായ ഒരു നമ്മളിങ്ങനെ ഒരു ആർട്ട് നമ്മൾ ഉണ്ടാക്കുക. ഈ ആർട്ടിനെ ആളുകൾ എങ്ങനെയാണ് കാണുക, ആർട്ടിനെ മനസ്സിലാക്കുന്നത് പല രീതിയിലായിരിക്കാം. ഓരോ പ്രേക്ഷകരും ഓരോ രീതിയിലും ഓരോ നമ്മുടെ സിനിമയെ കാണുക, അതിനെക്കുറിച്ചുള്ള അവരെന്താണ് ആ സിനിമയിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് പറയുക. നമ്മൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. ഒരു സിനിമ അവസാനിക്കുന്നില്ല. അത് സിനിമ അവസാനിക്കാതെ അതിന്റെ ചർച്ചകൾ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ കണ്ടെത്തലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഓരോ വേർഷൻ വരുന്നു. അപ്പോൾ ഈ സിനിമ ഏത് കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഏത് കാലത്തും ഇതിനകത്ത് പുതിയൊരു പോയിന്റ് കണ്ടെത്താൻ പറ്റുന്ന ഒന്നായി തീരുന്നു എന്ന് അത് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം പലരും പല രീതിയിലാണ് സിനിമയെ വായിക്കുന്നത്. എഴുതുന്നവർ വളരെ ഇന്റൻസ് ആയിട്ടാണ് എഴുതുന്നത്. അവര് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ സിനിമ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും ഇന്റൻസ് ആയിട്ടാണ് അവർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ആർട്ട് അങ്ങനെയാണ്. നമുക്ക് നമ്മൾ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നത് നമ്മൾ അവശേഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും അത് ഒരു വായനയ്ക്ക് ഉതകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ഒരു കാഴ്ചയ്ക്ക് അത് കാഴ്ചയെ പ്രസക്തമാകുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ മുന്നോട്ടുള്ള ഒരു വിഷനിലായിരിക്കും ചിലപ്പോൾ ഒരു ആർട്ട് സംഭവിക്കുക. അതിന്റെ കൂടെ ആളുകൾ കാണുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം ആളുകൾ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തെല്ലാം ചിരി വരുന്നുണ്ട്. അതിനുശേഷം അവര് വൈകുന്നേരങ്ങൾ വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വളരെ വളരെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തെ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ സിനിമ കണ്ടൊരു വ്യക്തിയാണ്. നമുക്ക് ആദ്യ സിനിമ കാണുമ്പോൾ ആദ്യ പകുതി ഫസ്റ്റ് ഹാഫ് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇറങ്ങി, ഞാനുൾപ്പെടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു കണക്ഷൻ വരുന്നതിനാണ് പൊതുവെ പറയുന്നത്. ആദ്യത്തെ ഈ വിഗ്രഹമോഷണം സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ അത് എവിടെയാണ്, ആ വിഗ്രഹമോഷണം എന്താണ് പറഞ്ഞു വെക്കുന്നത്, അതൊന്ന് ക്ലിയർ ചെയ്യും. വിഗ്രഹമോഷണം എന്ന് പറയുന്നത്, നമ്മൾ വിഗ്രഹം എന്ന് പറഞ്ഞ കേസ് എടുക്കുന്നത് തന്നെ നമ്മള് വിഗ്രഹത്തെ അറിയുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വിഗ്രഹം എന്ന് പറയുന്നത് കൂടുതൽ അറിയാനുണ്ട്. നമ്മൾ കൂടുതൽ വിശേഷേണ ഗ്രഹിക്കേണ്ട ഒന്നാണ് വിഗ്രഹം. വിശേഷേണ ഗ്രഹിക്കേണ്ട ഒന്നാണ് വിഗ്രഹം. വിശേഷേണ അറിയേണ്ട ഒന്നാണ് ഈ സിനിമയിൽ. അതിന്റെ രണ്ടാം പകുതിയിൽ വരുന്ന സിനിമ കൂടുതൽ അറിയേണ്ടതാണ്, വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിഗ്രഹമോഷണം എന്നുള്ള, അല്ലെങ്കിൽ വിഗ്രഹ കേസ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അതിന്റെ ക്ലോസർ നമ്മൾ പറഞ്ഞില്ല, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതോ വിഗ്രഹ കേസിന്റെ അവസാനം എന്താണ്? ഒന്നും കണക്ട് ചെയ്യുന്നില്ല. വിഗ്രഹമോഷണത്തിന്റെ കേസ് നമ്മൾ പറയുന്നില്ല. കാരണം ഞാൻ സിനിമയിൽ കാലത്തെ റെപ്രസെന്റ് ചെയ്താണ് നിവിന്റെ കഥാപാത്രത്തെ പറയുന്നത്. നിവിന്റെ കഥാപാത്രം വിഗ്രഹം മോഷ്ടിച്ചിട്ടില്ല എന്ന് നിവിൻ പറയുന്നുണ്ട്. നിവിന്റെ എല്ലാ വാദപ്രതിവാദങ്ങളിലും കൃത്യമായിട്ട് നിവിൻ പറയുന്നുണ്ട് വിഗ്രഹം അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കേസ് ഏകദേശം ഒന്നാം പകുതിയുടെ അവസാനം തന്നെ അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട്, അവർക്ക് കൺവിൻസ് ആവുന്നുണ്ട്. നിയർ പ്രോക്സിമിറ്റിയിലല്ല വിഗ്രഹത്തിന്റെ അടുത്ത് അദ്ദേഹം ഇരുന്നത് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം പോയിന്റ് പറഞ്ഞ കേസ് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ കേസിന്റെ വിജയത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും പാനിക് ചെയ്യുന്നുണ്ട്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ പോയിന്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം, അതായത് 4 സാക്ഷികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്നാം സാക്ഷി പൂജാരി, രണ്ടാം സാക്ഷി കലാദേവി, മൂന്നാം സാക്ഷി ബാബുകുട്ടൻ, നാലാം സാക്ഷി അവിടുത്തെ പോലീസ് ഓഫീസർ. എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് സ്വാമി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ പോയിന്റായ നിയറസ്റ്റ് പ്രോക്സിമിറ്റിയുടെ പോയിന്റുകളെ പറഞ്ഞ് വാദിച്ച് ജയിക്കുന്ന പോയിന്റിലാണ് പുറത്തുനിന്ന് ആളുകൾ വരുന്നത്. പിന്നീട് ആ കേസ് ഓൾമോസ്റ്റ് അവിടെ എൻഡ് ചെയ്തു.
കാലം പക്ഷേ അവസാനിക്കാതെ ഒഴുകുകയാണ്. കാലം ഒരു കേസിൽ നിന്ന് വേറെ കേസിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് ആ കേസ് അവസാനിക്കുന്നത്. ആ കേസല്ല, അയാളുടെ കാലത്തിന്റെ യാത്ര അവസാനിക്കുന്നതേ ഇല്ല എന്നുള്ള പോയിന്റാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോഴും ഞാൻ അവസാനം എഴുതി കാണിച്ചിരുന്നു, വിഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അപഹരിക്കുകയും ചെയ്ത കാലം പറയുന്നു ഇന്നത് എന്ന് പറഞ്ഞാൽ എഴുതി കൃത്യമായിട്ട് ഞാൻ സ്പോൺ ഫീഡ് ചെയ്ത് എഴുതിയിരുന്നു. പക്ഷെ അത് ആളുകൾ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വായിച്ചത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയും ആയിരിക്കും. അതെ, അതിന്റെ അവസാനം കൃത്യമായിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ മോഷ്ടിക്കുകയും അപഹരിക്കുകയും വിഗ്രഹങ്ങൾ സൃഷ്ടിക്കുകയും അപഹരിക്കുകയും ചെയ്യുന്ന കാലം പറയുന്നു. നിങ്ങൾക്ക് ചാട്ടമാർന്ന് ഒരാളുടെ ആത്മാവിനെ കേൾക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് അതിന്റെ അവസാനം പറയുന്നു. അല്ല, പ്രേക്ഷകർ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പ്രേക്ഷകർ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ആളുകൾ എഴുതുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ആളുകളല്ല ഈ സിനിമയെ കുറിച്ച് എഴുതിയതൊന്നും. എനിക്ക് ഈ സിനിമ എഴുതിയ ആളുകളെ എനിക്ക് പരിചയമില്ല. ഈ സിനിമ കുറിച്ച് എഴുതുന്ന സാഹിത്യകാരന്മാർ, സിനിമാ സംവിധായകർ, അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരോടൊന്നും എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളെയല്ല എഴുതുന്നത്. കണ്ണടച്ചിട്ട് എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണ് തുറന്നൊന്ന് മനസ്സ് തുറന്ന സിനിമയെ കാണരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ആ സിനിമ ഇനിയിപ്പോ ഒരാൾക്ക് കാണാൻ പറ്റില്ല. വേറൊരാൾ പറയുന്നത് അത് ശരിയേ അല്ല, അങ്ങനെ പറയാനേ പാടില്ല, അങ്ങനെ ഒരു ആർട്ട് ഉണ്ടാക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? മാർക്കോക്കിന്റെ ഒരു പെയിന്റിംഗ് എടുത്ത് വെച്ചിട്ട് താഴെ നിൽക്കുന്നത് കുറെ വർണ്ണങ്ങൾ, ഒരു ക്ലാരിറ്റി ഇല്ല. അതിപ്പോ പോർട്രേറ്റ് വരയ്ക്കാറുണ്ട് ആളുകൾ, പോർട്രേറ്റ് വരയ്ക്കുന്നത്, ഏറ്റവും മനോഹരമായിട്ട് പോർട്രേറ്റ് വരയ്ക്കുന്നു. വാൻഗോഗിന്റെ പെയിന്റിംഗ് എങ്ങനെയാണ് ഇരിക്കുന്നത്? വാൻഗോഗിന്റെ പെയിന്റിംഗ് ഒരാൾക്ക് ആസ്വദിക്കാനേ പാടില്ല, ഇത് കുറെ വർണ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ് എന്ന് മറ്റുള്ളവർ എല്ലാവരോടും പറഞ്ഞ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പെയിന്റിംഗ് മോശമാകും. മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാനുള്ള എലമെന്റുകൾ അതിനകത്തുണ്ട്. ആളുകൾ ചിരിക്കുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നുണ്ട്, മുഴുവൻ ചിരിക്കുന്നുണ്ട്. അവർ പറയുന്നു ഒന്നാം പകുതി ചിരിച്ചു, രണ്ടാം പകുതി ചിരിക്കുന്നു എന്ന് പറയുന്നു. ആളുകൾ ചിന്തിച്ചു എന്ന് പറയുന്നു, ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തു എന്ന് പറയുന്നു, സിദ്ദിഖ് നന്നായിട്ട് പറയുന്നു, ലാൽ സാർ പെർഫോം ചെയ്തു എന്ന് പറയുന്നു, എല്ലാ എലമെന്റും വിഷ്വൽസ് നന്നായി എന്ന് പറയുന്നു, സംഗീതം നന്നായി എന്ന് പറയുന്നു. ആൾക്കാർ പറയുന്നത് വിഗ്രഹമോഷണത്തിന്റെ കേസ് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ മറുപടി പറയണം, വിഗ്രഹമോഷണത്തിന് ക്ലോഷർ ഇല്ലാത്തതിന് കാരണം വിഗ്രഹം ആ കേസും കാലവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സംവിധായകന്റെ ഞാൻ പറയുകയാണ്, അത് ഒന്നുകൂടെ ക്ലാരിറ്റി പറയണമായിരുന്നു എങ്കിൽ ഞാൻ അതിന്റെ താഴെ എഴുതി കാണിച്ചു. ഇന്ത്യൻ സിനിമ കാണുന്നവർക്ക് ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാവുകയാണ്. ഈ കോടതി രണ്ടും ഒന്ന് തന്നെ. അതെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ആദ്യം നിവിനെയൊക്കെ ബാധിക്കുന്ന കോടതി, അതേ ജഡ്ജ്, അതേ പ്രോസിക്യൂട്ടർ, അതേ കോടതിക്ക് ഒരു ചേഞ്ച് വരുന്ന, രാജാവ് വരുമ്പോൾ ചേഞ്ച് വരുന്നതാണ് കോടതി നമ്മൾ സാധാരണ കോടതി, വിചാരണ കോടതി എന്ന് പറയാം, മറ്റേ ഫസ്റ്റ് ക്ലാസ് കോടതി എന്നൊക്കെ പറഞ്ഞ് മാറ്റാറുണ്ട്. അങ്ങനെ കോടതി നമ്മൾ മാറ്റിയതായിട്ട് സിനിമയിൽ പറഞ്ഞു പോകുന്നില്ല. കോടതി ഒന്ന് തന്നെ. കോടതിക്ക് ഒരു ചേഞ്ച് പെട്ടെന്ന് വരുന്നത്. കോടതി ഇരിക്കുന്ന സ്ഥലം, ഒരു കോടതി നമ്മൾ പറയുന്നത് ഒരു 4 മുറിക്ക് അകത്താണെങ്കിൽ ആ 4 ചുമരുകൾ അങ്ങനെ തന്നെയാണ്, അതിന്റെ ജനലുകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ മാറുന്നുണ്ട്, കാലം മാറുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതൊന്നുകൂടെ ക്ലാരിറ്റിയില്ല, സിനിമ കണ്ട് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഇരിക്കുന്ന ജഡ്ജി സിദ്ദിഖ് ആണ്. ഇന്ത്യൻ പീനൽ കോഡ് ഫോളോ ചെയ്താണ് സിനിമ വാദം നടക്കുന്നത്. ആദ്യ പകുതി അപൂർണത്തിന്റെ വാദം നടക്കുന്നത് ഇന്ത്യൻ പീനൽ കോടതി ഫോളോ ചെയ്തതാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ മഹാത്മാഗാന്ധിയുണ്ട്. രണ്ടാമത്തെ കോടതിയിൽ വരുമ്പോൾ മഹാത്മാഗാന്ധി ഇല്ല. അതേ സ്ഥലത്ത് എങ്ങനെയാണ് മഹാത്മാഗാന്ധി ഇല്ലാതെ പോയത്? സിദ്ദിഖ് ഇട്ടിരിക്കുന്ന കുപ്പായി മാറി. സിദ്ദിഖ് അവിടെ ജഡ്ജി, അതേ ജഡ്ജി അല്ല ഇരിക്കുന്നത്, അതേ ജഡ്ജി അല്ല വാദിക്കുന്നത്, അദ്ദേഹത്തിന്റെ കുപ്പായത്തിന് വ്യത്യാസമുണ്ട്. മുന്നിലിരുന്ന് വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കുപ്പായത്തിന് മാറ്റമുണ്ട്. അവിടെ ഇരിക്കുന്ന നേർ രേഖയിലാണ് അവിടുത്തെ ഡെസ്കുകളും ബെഞ്ചുകളും ഇരുന്നത്. രണ്ടാമത് കോടതിയിൽ വന്നപ്പോൾ ഡെസ്കുകളും ബെഞ്ചുകളും വളഞ്ഞു, മുഴുവനും മാറ്റമുണ്ടായി. അതിന്റെ ലൈറ്റിംഗ് പാറ്റേൺ മാറി. അപ്പോ അത് വേറൊരു വേർഡാണ്, അത് റിയൽ വേർഡേ അല്ല. നമ്മൾ ആദ്യം IPC EPC ആയി. അപ്പോ മനഃപൂർവ്വം ആൾക്കാരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കണം ഉദ്ദേശം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ആൾക്കാരെ കൊണ്ട് ചർച്ച ചെയ്യല്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഒരു രാജാവ് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. ഏത് രാജാവാണ് ഇന്ത്യയിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഒരു രാജാവും വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മളെ കഥ എങ്ങനെയാണ് പറയാൻ കഴിയുക? വേറെന്ത് മാർഗമാണുള്ളത്? രാജാവ് എന്ന് പറയുന്നത്
രാജാവ് എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ പ്രതിനിധിയാണ്. രാജാവിനെ ആയിക്കണമെന്ന് രാജാവ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഒരു സിംബോളിക്കായിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പോ രാജാവ് വിചാരണ ചെയ്യപ്പെടുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ആ രീതിയിലാണ് കാണിക്കുന്നത്. ഈ സിനിമയുടെ കഥ പറയുന്നത് രാജാവ് വിചാരണ ചെയ്യപ്പെടുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ആമിർ ഖാന്റെ സിനിമയിൽ ഇന്നത്തെ കാലത്ത് മഹാത്മാഗാന്ധിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആകുന്നത്? അപ്പോ അത് ഒരു 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 കലാകാരന്റെ ഒരു സ്വാതന്ത്ര്യമല്ലേ? രാജാവ് വിചാരണ ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ രാജാവിനോട് എന്ത് ചോദ്യം ചോദിക്കാൻ പറ്റും? എന്തായിരിക്കും രാജാവിന്റെ ഡിഫൻസ് കൗൺസിൽ തിരിച്ചു വാദിക്കുക? അല്ലെങ്കിൽ രാജാവിന്റെ വേർഷൻ എന്താണ്? രാജാവിനോട് തിരിച്ചു ചോദിക്കാൻ ഉള്ളത് എന്താണ്? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രിവിലേജ് എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അതിന്റെ വാദപ്രതിവാദം വിജയമേനും ലാൽവലക്സും സിദ്ദിഖും മെജറിനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നിങ്ങൾ ക്ലീൻ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് ഓരോ പോയിന്റ്സ് പറയുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷേ എന്റെ പറഞ്ഞത് ഇംഗ്ലീഷ് പറഞ്ഞു മനസ്സിലായി. ഇംഗ്ലീഷ് പറഞ്ഞത് അതേ അത് തന്നെ തൊട്ട് പറയാം മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു രാജാവ് വിചാരണ ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഫാന്റസി കാഴ്ചകളാണ് നമ്മൾ ആ സിനിമയിൽ പറഞ്ഞത്. ഇന്നത്തെ കാലത്തും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഭരണാധികാരികളെ ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ അല്ല എന്തിനാന്നുള്ളത് നമ്മുടെ കോടതി കണ്ട് പലതും ചില കാര്യങ്ങൾ കോടതി കണ്ടുപോകുന്നു. വിചാരണ അദ്ദേഹം രാജാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരണ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. അപ്പൊ എങ്ങനെ വിചാരണ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്താണ് ഇത് നമ്മൾ പറയണ ദൂരമുള്ള രാജാവിന്റെ കാര്യം പറയുകയാണ്. അപ്പൊ ആ തരത്തിലാണ് അതിന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് ആ കഥ അങ്ങനെ പറയാൻ ശ്രമിച്ചത്. അത് ഇതിനെ കാണുന്നത് അതൊരു റിയൽ വേൾഡ് അല്ല. ഇപ്പൊ നമ്മള് പഞ്ചതന്ത്ര കഥകൾ വായിക്കുന്നു, അല്ലെങ്കിൽ വിക്രമാദിത്യന്റെ കഥകൾ വായിക്കും. വിക്രമാദിത്യൻ വേദാന്തം എടുത്തോണ്ട് പോകുമ്പോൾ വേദാന്തം ഒരു ചോദ്യം ചോദിക്കുന്നു, കഥ പറയുന്നു, ആ കഥയുടെ ഉത്തരം പറയുന്നു. അങ്ങനെയുള്ള ഫാന്റസി നമ്മൾ എത്രയോ ചെറുപ്പം തൊട്ട് വായിക്കുന്നതാണ്. ഈ കാലത്തിൽ നിന്ന് കാലത്തിലേക്കുള്ള മാറ്റം നമ്മൾ എത്രയോ ചർച്ച ചെയ്യുന്നു, എത്രയോ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു യുഗത്തില് ജീവിച്ചിരുന്ന ഹനുമാൻ സ്വാമി അടുത്ത യുഗത്തില് ജീവിച്ചിരുന്ന ഭീമസേനൻ കല്യാണ സൗകര്യം പറിക്കാൻ വേണ്ടി പോകുമ്പോൾ മുന്നിൽ കിടക്കുന്നതാ. അപ്പോൾ വാല് നീട്ടി കിടക്കുക. അപ്പോൾ ഭീമനോട് പറഞ്ഞാൽ എനിക്ക് വയ്യാതിരിക്കുക, അവ ആരെങ്കിലും മാറ്റിക്കോളും എന്ന് പറയുമ്പോൾ ഭീമൻ ഇത് വില വെച്ച് വാല് മാറ്റാൻ നോക്കുന്നു, പറ്റുന്നില്ല. അപ്പോ എന്താണ് കഴിഞ്ഞ യുഗത്തിലുണ്ടായിരുന്ന ഹനുമാൻ സ്വാമിയാണ് ഈ യുഗത്തില് അടുത്ത യുഗത്തില് ഭീമസേനോട് പറയുന്നത് ഇത് എടുത്ത് മാറ്റാൻ വേണ്ടി. അപ്പൊ യുഗങ്ങളിൽ നിന്ന് യുഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ട്. എവിടെയാണ് അതിന് ലോജിക്ക് ഇരിക്കുന്നത്? നമ്മൾ അതിനെ ലോജിക്ക് അന്വേഷിച്ചിട്ടില്ല. മഹാഭാരതത്തിൽ നമ്മൾ പറയുന്നു ഒരു മാംസം ഇങ്ങനെ എടുത്തിട്ട് അത് 100 മുറിച്ചു, എന്നിട്ട് അഭരണിയിലാക്കി, ഒന്നുകൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ വെച്ചപ്പോൾ 100 മാത്രം ഉണ്ടായി. ദുര്യോധനൻ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ ഒരു കഥ എങ്ങനെയല്ലേ, ഒരു കഥ പറയുന്നത് എങ്ങനെയല്ലേ, കഥ പറയുന്ന രീതി എങ്ങനെയല്ലേ. അക്കില്ലസും ഹെക്ടറും കൂടെ നടന്ന യുദ്ധം ഇലിയഡിനകത്ത് ട്രോയിനകത്ത് പറയുന്നുണ്ട്. അക്കില്ലസും ഹെക്ടറും നടക്കുന്ന യുദ്ധം വർഷങ്ങളോളം നീണ്ടുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കും. പക്ഷെ സിനിമയിൽ കാണിക്കുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് കാണിക്കും, ഒരു ദിവസം നടന്ന യുദ്ധമായിട്ട് കാണിക്കും. അതെല്ലാം താഴെ രാജാക്കന്മാർ യുദ്ധം ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ദേവന്മാർ പൂ വർഷിച്ചു എന്ന് പറയും. അതെല്ലാം നമ്മളത് അത്തരം കഥകളെല്ലാം നമ്മൾ വായിച്ച് പഠിച്ച നമ്മൾ ചോദിക്കുകയാണ്, അല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് എന്ത് റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യല്ലേ. താങ്കൾക്ക് ഇതിലൊരു സിനിമാ മേഖല ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല താങ്കളുടെ സിനിമകൾ? എന്റെ സിനിമകൾ അങ്ങനെ ഈ സിനിമകളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സിനിമ ഒരാള് സിനിമയ്ക്ക് ഇപ്പൊ നമ്മൾ സിനിമ കണ്ടു നമുക്ക് കണക്ട് ആയില്ല, ചില കാര്യങ്ങൾ കണക്ട് ആയി, നമുക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നതെല്ലാം സംഭവിക്കാം. നമുക്കൊരു സിനിമ കണ്ട് മനസ്സിലായില്ല, കാരണം ഇഷ്ടമായില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യില്ല, നമ്മളെ എൻഗേജ് ചെയ്യിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയില്ല, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലായില്ല, ഇതെല്ലാം നമുക്ക് പറയാം, പ്രതിപക്ഷ ബോധത്തോടെ പറയാം. പക്ഷേ വളരെ അവഹേളിച്ച് അപഹസിച്ച് ഇത് ഒരിക്കലും ഈ സിനിമ നിങ്ങൾ കാണരുത് എന്ന തരത്തിൽ മറ്റുള്ളവരുടെ ബ്രെയിനിനെ നിങ്ങളോട് പറയുന്നത് തീർച്ചയായും അത് അറ്റാക്ക് തന്നെയാണ്. മനസ്സിലായി? അത് നിങ്ങൾ ഈ സിനിമ കാണരുതെന്ന് നമ്മൾ മനസ്സിലായില്ല. ശരി, ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഒ.വി. വിജയന്റെ പുസ്തകം വായിച്ചത് മനസ്സിലായി,
അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഒരിക്കലും ഊഹിച്ച പുസ്തകം ഇത് മനസ്സിലാകുന്നില്ലാത്ത സാധനമാണെന്ന് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് എന്റെ സെൻസിബിലിറ്റി എന്താണ് അല്ലേ? അപ്പൊ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് ചെറിയ ഭയങ്കര കഥകൾ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ബാലരമ മനസ്സിലായി, എനിക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുന്ന പുസ്തകം എനിക്ക് വായിക്കാൻ മനസ്സിലായി. നിങ്ങൾ ബാലരമ വായിക്കാവുള്ളൂ. ബാലരമ നല്ലതാണ്, ഞാൻ ചെറുപ്പത്തിന്റെ ബാലരമ വായിച്ചിട്ടുള്ള ആളാണ്, ടോംസിന്റെ ബോബിനും മോളി വായിക്കുന്ന ആളാണ്, അതിന്റെ കൂടെ വലിയ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ വായിക്കുന്നുള്ളൂ, ഇതിനപ്പുറം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ മുതിർന്ന ഒരു വായന ഇവിടെ വേണ്ട തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ ഇവിടെ വേണ്ട എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല കുറെ അതായത് എല്ലാം നിങ്ങൾ OTT-ലേക്ക് കണ്ടോളൂ. അതായത് തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ആളുകൾ നിങ്ങൾ OTT വരുമ്പോൾ കണ്ടോളൂ, കുഴപ്പമില്ല. അപ്പൊ അതിലേക്ക് പണം പോയിട്ടുണ്ടാവില്ല, വിരോധമില്ല. നിങ്ങൾ ഇപ്പൊ കാണരുത്, ഇപ്പൊ കണ്ടാൽ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ തിയേറ്ററിൽ വാച്ച് ചെയ്ത സമയത്ത് നിങ്ങൾ പോകരുത് എന്ന് പലപ്പോഴും പറയുന്നത് ദ്രോഹം തന്നെ പറയുള്ളൂ. ഒരാൾക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് കാണുകയേ ചെയ്യരുത് എന്ന് തരത്തിൽ കമന്റ് ഇടുന്നത് അങ്ങനെ ഉപദ്രവിക്കുന്നത് മനഃപൂർവ്വമാണ്. ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാണ്, മനഃപൂർവ്വം പറയുന്നതിന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായും ഇങ്ങനൊരു സിനിമ പുതിയതായി ഇങ്ങനൊരു സിനിമ മലയാള സിനിമയിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് ചിന്തിക്കാനും ഉള്ള വകുപ്പ് ഈ സിനിമയിലുണ്ട്. ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല, നാളെ നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കണ്ടില്ല എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന എനിക്കറിയാം. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തതായിരുന്നു, അന്ന് ഇത് ഇങ്ങനെ കേട്ടുകൊണ്ട് പോയില്ല എന്ന് ആളുകൾ പറയുമായിരിക്കും. പിന്നെ ആർക്കാണെന്ന് മനസ്സിലാവാതിരുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ പോലും മനസ്സിലാക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്യുന്ന സിനിമ അതോട് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായി. പല രീതിയിൽ ആ സിനിമയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പാരസൈറ്റ് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അങ്ങനെ പല സിനിമകളും ഇവിടെ വരികയും നമ്മളതിന്റെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഈ സിനിമ ഒരുപാട് ലെയേഴ്സ് ഇതിന്റെ ചർച്ച ചെയ്യാറുണ്ട്, ഒരുപാട് ലെയേഴ്സ് ചർച്ച ചെയ്യാറുണ്ട്. ഞാനും ആക്ച്വലി ഇത് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനത് ക്ലോസ് ചെയ്ത് ഇതാണെന്ന് പറഞ്ഞിട്ട് അതിന് രസം കെടുത്തേണ്ട കാര്യമില്ല. ആക്ച്വലി ആളുകൾക്ക് ചിന്തിക്കാനുള്ള, ആളുകൾക്ക് ഇമാജിൻ ചെയ്യാനുള്ള, അവരവരുടെ രീതിയിൽ ആ സിനിമയുമായി പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ അടച്ചു കളയേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നെ ഫോഴ്സ് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഫോഴ്സ് ചെയ്യുമ്പോൾ ഞാനത് പറയാൻ നിൽക്കുന്നതിലേക്ക് ഇരുന്നു പറഞ്ഞു. പിന്നെ ഇവിടെ എത്രയോ വായനകൾ, സിനിമകളെ കുറിച്ചാണ്, ബുക്കുകളെ കുറിച്ചിട്ടാണെങ്കിലും ഒരുപാട് വായനകൾ നൽകുന്നു. അങ്ങനെ ഒരു വായനയും അർഹിക്കാത്ത സിനിമയാണ്, അങ്ങനെ രണ്ടാമതൊരു കാഴ്ചയോ രണ്ടാമതൊരു വായനയോ അർഹിക്കാത്ത സിനിമയാണ് മഹാവീരർ എന്ന് ഇന്ന് പറയുന്ന ആളുകൾ നാളെ ഈ സിനിമയെ ഇപ്പൊ തന്നെ ഇതിന്റെ വായന, ഈ സിനിമ തിയേറ്റർ നടക്കുമ്പോൾ തന്നെ ഇതിന്റെ പലവിധ വായനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നാളെയും അവർ ഇതിനെ കുറിച്ച് പറയുമ്പോൾ അവർ നിശബ്ദരാകും. കാരണം ഇപ്പോൾ ഈ ലൗഡായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ നാളെ നിശബ്ദരാകും. കാരണം അവർ തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അവർ സൈലന്റ് ആവും. മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഓരോരുത്തരോട് പറയാൻ പറ്റില്ല. എനിക്ക് മീഡിയയിലൂടെ മാത്രമേ പബ്ലിക്കിനോട് പറയാൻ നിവർത്തിയുള്ളൂ. ഈ സിനിമ അവരവരുടേതായ വീക്ഷണത്തിൽ കാണേണ്ട സിനിമയാണ്. ഈ സിനിമ അതായത് ഇതൊരു ഡ്രൈ ആയിട്ട് അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ ആളുകളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും അത് കാണിക്കാനും, അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഒരു പടം എടുത്ത് അങ്ങനെയല്ല ചെയ്തത്. അതിന് ഓരോ ഏരിയയും ഡീറ്റെയിൽ അതിന്റെ വിഷ്വൽ സൈഡിലാണെങ്കിലും അതിന്റെ മ്യൂസിക് സൈഡിലാണെങ്കിലും അതിന്റെ പെർഫോമൻസ് ഒന്നും വേണ്ട. അതിനകത്ത് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഉണ്ട്. എല്ലാവരും പറയുന്നു ആ പെർഫോം ചെയ്ത് രസിപ്പിക്കുന്നുണ്ടായി, ലാച്ചാറിന് നന്നായി, അല്ലെങ്കിൽ നിവിന്റെ രസമുണ്ട്, കോസ്റ്റ്യൂം നല്ലതാണ്, അല്ലെങ്കിൽ ആസിഫ് രസമുണ്ട്, എല്ലാം പറയുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ചിരിപ്പിച്ചു, സെക്കൻഡ് ഹാഫ് ചിരിപ്പിച്ചു, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാണുന്നത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് മനസ്സിലാവും ആരാണ് സാധാരണക്കാർ, ആരാണ് സാധാരണക്കാർ. എല്ലാവർക്കും ബുദ്ധിയില്ല. കേരളമല്ലേ ഇത്? കേരളത്തിൽ അങ്ങനെ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇത്രയും ബുദ്ധിമാന്മാരായ ആളുകൾ എന്നാണ് എല്ലാവരും പറയുന്നത്. അവർ പറയും നമുക്ക് പുറത്തുള്ള സ്ഥലങ്ങളെ പോലെയല്ല, കേരളത്തിലെ ആളുകൾക്ക് ബുദ്ധിയുണ്ട്, കേരളത്തിലെ ആളുകൾ പ്രബുദ്ധരാണ്, കേരളത്തിലെ ആളുകൾക്ക് വായനയുണ്ട്, കേരളത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട് എന്നൊരു പറഞ്ഞിട്ട് അവസാനം ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് നമ്മൾ സാധാരണക്കാരൻ, നമുക്ക് അത്ര ബുദ്ധിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ബുദ്ധിയുള്ള ആളുകളല്ലേ, നമ്മൾ വായിക്കുന്ന ആളുകളല്ലേ, നമ്മൾ എത്രയോ ചെറുപ്പം തൊട്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്, നമ്മൾ ചെറിയ കാലം തൊട്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ വായിക്കാൻ പ്രേരിപ്പിക്കാൻ, കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അവരെ തലമുക്കി വരാതെ അടിച്ച് മനഃപൂർവ്വം ചെയ്യുന്നതിന് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ ചോദിക്കുന്നതിനെല്ലാം എനിക്ക് മറുപടി പറയാൻ പറ്റും. ഈ സിനിമ ഒന്നാമത് കഴിഞ്ഞിട്ട് മോദിസാറിന്റെ കഥ തന്നെ ഒന്നാമതല്ല, കഥയിലെ ഞാൻ എന്റെ നോർമൽ ഇമാജിനേഷന് മുകളിലാണ് ഈ സിനിമയുടെ കണ്ടന്റ്, കഥ മോദിസാർ എഴുതിയിരിക്കുന്നത്. അപ്പൊ തന്നെ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ പിന്നെ നമ്മള് ഒരു വെറുതെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ
ഒരു ഫിലോസഫിക്കലായിട്ടുള്ള സംഭവം നമ്മൾ പറയുകയാണ്. അല്ല, അങ്ങനെ പറയുന്നതിന് എങ്ങനെ രസകരമായിട്ട് പറയാം. അപ്പൊ രസകരമായി പറയാനുള്ള ഒരു സാധ്യത ഈ സിനിമയിലുണ്ടായിരുന്നു. ഒരു തമാശകളുടെ സ്പേസ് ഉണ്ടായിരുന്നു, അതിനൊരു സറ്റയറിന്റെ സ്പേസ് ഉണ്ടായിരുന്നു, ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ ഡാർക്ക് ഹ്യൂമറായിട്ട് ഒരു ലോ ബഡ്ജറ്റിൽ ചെറുതായിട്ട് അല്ല ചെയ്യുന്നത്. അത് പ്രേക്ഷകർ കാണുമ്പോൾ കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന രീതിയിൽ, അത് നമുക്ക് രസിക്കുന്ന രീതിയിൽ, അത് എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ ക്വാളിറ്റിയിൽ ഒരു സിനിമ കൊടുത്താൽ അത് പ്രേക്ഷകന് നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ എല്ലാ സംവിധായകരുടെയും ഡ്രീം ആയിരിക്കും അങ്ങനെ ഒരു ടൈംലെസ് ആയിട്ട് ഒരു കാലത്തെ മറികടക്കുന്ന ഒരു സിനിമ ചെയ്യാമെന്നാണ് എല്ലാ സംവിധായകരുടെയും സ്വപ്നം. ഞാൻ ഈ ഇന്റർവ്യൂവിൽ എല്ലാം ഞാൻ പറയുന്നുണ്ട്, ഇതൊരു മെഷീനിൽ കയറി ഇപ്പൊ നമ്മള് ഇത്ര സമയം കൊണ്ട്, ഇത്ര പ്രകാശ വേഗത കൊണ്ട് ഇന്ന പോലെ സഞ്ചരിച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്ന മെഷീനിൽ കയറി എത്താൻ ഇന്ന സ്ഥലത്ത് സഞ്ചരിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ലോജിക്കിലല്ല ഈ സിനിമ പോകുന്നതെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവും മന്ത്രിയും അവരുടെ പ്രജകളും ഇന്നത്തെ കാലത്ത് എത്തുന്നതിന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കാം? അതിന് ടൈം ട്രാവൽ എന്നാണോ പറയാം, ഇനി വേറെ എന്തെങ്കിലും വാക്കുകൾ പറയാൻ എനിക്ക് അറിയില്ല. നമ്മൾ ചിലപ്പോൾ ലളിതമായിട്ട് അങ്ങനെ ആയിരിക്കും. ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് അത്തരത്തിൽ ഒരു മെഷീൻ ടു മെഷീൻ പോകുന്ന ഒരു മെഷീനിൽ കയറി പോകുന്ന ഒന്നല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നിവിന്റെ കഥാപാത്രം ഒരു കാലത്ത് നിന്ന് ഒരു കാലത്തേക്ക് അടുത്ത കാലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഒരു കൃത്യമായ ഒരു കാലയളവിൽ, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം ഇത്ര വർഷം തൊട്ട് ഇത്ര വർഷം വരെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക 2000 തൊട്ട് 2018 വരെയുള്ള ഒരു കഥ, അല്ലെങ്കിൽ 90 തൊട്ട് ഇന്ന കാലം വരെയുള്ള കഥ എന്താ പറഞ്ഞിരിക്കുന്നത്. കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതാണെന്നോ ഇത് മെഷീൻ വൈസ് യാത്ര ചെയ്യുന്ന, മെഷീനിൽ കയറി യാത്ര ചെയ്യുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായി. ചിലപ്പോൾ 2003 അൻപേഷികം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് കൊമേഴ്ഷ്യലി വലിയ സക്സസ് ആയിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സുന്ദർസി കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരാളെന്നോട് പറയാണ് എന്തുകൊണ്ടാണ് അൻപേഷികം പോലൊരു സിനിമ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരുമെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ നമുക്കറിയാം പക്ക സോപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളാണ്. അപ്പോൾ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമകൾ നമ്മൾ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ആൾക്കാർ കയറി ജയിപ്പിക്കാത്ത കൊണ്ട് ആ ഒരു ഡയറക്ടേഴ്സ് ആ ജോണർ തന്നെ വിട്ട് വേറൊരു സീസണിലേക്ക് മാറുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ ഇനിയും ചെയ്യുമ്പോഴത്തേക്കും ഇതിനും ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ സാറിന് എക്സ്പെക്ട് ചെയ്യാറ്? എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മള് സിനിമകൾ ചെയ്യുമ്പോൾ നമ്മള് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള പുതിയ എന്തെങ്കിലും സിനിമകൾ ചെയ്യാൻ തന്നെ ആയിരിക്കും ശ്രമിക്കുക. പുതിയത് എന്താ ചെയ്യാൻ പറ്റും, പുതിയതായിട്ട് നമുക്ക് എന്തായിരിക്കും പ്രേക്ഷകർ കൊടുക്കാൻ പറ്റുക, കാണാൻ വേണ്ടി പറയുക. ഈ സിനിമ എന്ന് പറയുന്ന ലോകത്തിൽ നമുക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. സിനിമ മോശമാണെങ്കിൽ, ഒരു സിനിമ മോശമാണെങ്കിൽ അത് ഒന്നടങ്കം മോശം പറയുകയാണെന്ന് വിചാരിക്കാം, ഞാനത് സറണ്ടർ ആവും. ആരും എനിക്ക് വേണ്ടി പറയുന്നില്ല, അപ്പോൾ ഞാൻ സറണ്ടർ ആവും, ഞാൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറയും. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 നിരൂപകർ എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ട്. ഭരത്വാരി അങ്ങനെ പറയുന്നു, ഒരു സൈഡിൽ നിന്ന് മറ്റു നിരൂപകർ പറയുന്നു. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം, മലയാള മനോരമ ആയിക്കോട്ടെ, മാതൃഭൂമി ആയിക്കോട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, കൗമുദി ആയിക്കോട്ടെ, എല്ലാവരും റിവ്യൂവിൽ അതിനകത്ത് പ്രധാനപ്പെട്ട സിനിമ എനിക്ക് പരിചയമുള്ള ആളുകളല്ല. മാതൃഭൂമിയിൽ വന്ന ആർട്ടിക്കിൾ എഴുതിയാൽ എനിക്ക് പരിചയമില്ല, എനിക്ക് നേരിട്ട് അറിയില്ല. മനോരമയിൽ എഴുതിയ ആളെ എനിക്ക് പരിചയമില്ല, ഞാൻ പറഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ പറഞ്ഞിട്ടല്ല. ഈ റിവ്യൂ എഴുതിയ ആൾക്കാരെ ഒന്നും എനിക്ക് പരിചയമില്ല. ഈ യൂട്യൂബിൽ റിവ്യൂ എഴുതുന്ന സീരിയസ് ആയിട്ട് പറയുന്ന ആൾക്കാർ ആരെയും എനിക്ക് പരിചയമില്ല. അല്ലാതെ സാധാരണക്കാരുടെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമായി വരുന്നു. അപ്പോൾ ഒന്നടങ്കം പറയുകയാണ് ഇത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സറണ്ടർ ആവും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് നല്ലതെന്ന് എത്രയോ പേര്, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ഒരു 100 ആളുകളോ 1000 ആളുകളോ എഴുതിയിട്ടും പറയുകയാണ് അതിനെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നതിനാണ് പ്രശ്നം. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? നാളെ ഞങ്ങൾ സിനിമ ചെയ്യാൻ വേണ്ടി എനിക്ക് പ്രൊഡ്യൂസർ കിട്ടില്ല. ഇതിപ്പോൾ നിവിൻ പോളിയുടെ ഞാനിങ്ങനെ കഥ പറയുന്നത്, നിവിൻ പോളി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് ദുബായിൽ നിന്നൊരു ആള് അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. നാളെ എന്താണ് സംഭവിക്കുക? ഞാൻ കഥയും കൂടെ ചെല്ലുമ്പോൾ കഥയും കൂടെ പറയാൻ ചെല്ലുമ്പോൾ തന്നെ ആള് മുഖം അടച്ച് കളയും, ഒരു വാതിലടയ്ക്കും. അപ്പോ അതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ എഴുതുന്ന ആളുകൾക്ക് വേണ്ടത്, എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാണ്. ഈ സിനിമ ഞാൻ ഇപ്പോഴും ആളുകളോട് പറയുന്നത്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നതും എനിക്കറിയാം ഈ സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. ഈ സിനിമ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമയാണ്. ഈ സിനിമ ആളുകൾ കാണാൻ വരും, ഇനിയും ആളുകൾ വരും. ഇനി ആളുകളെ ഞാൻ ക്ഷണിക്കും. ആളുകൾ തീർച്ചയായും തിയേറ്ററിൽ കാണാൻ വേണ്ടി വരും. ഈ പറയുന്നത് എല്ലാവരും ഒന്നടങ്കം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, കേരളത്തിലെ എല്ലാ ആൾക്കാരും സാധാരണ ബുദ്ധിയില്ലാത്ത സാധാരണക്കാരൻ, ഞങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ്
ഈ പറഞ്ഞ പോലെ വാതിൽ അടയ്ക്കുന്നത് അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതല്ലാതെ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എന്നെ വേണമെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ എന്തെങ്കിലും ക്ലാരിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇനി ഒരിക്കൽ കൂടെ സിനിമ കാണാൻ കഴിയും, ഞാനോടെ കൂടെ വരാം കാണാനായിട്ട് എനിക്ക് പറയാം. പക്ഷെ മലയാളികളല്ലല്ലോ, മലയാളി ഞാനും മലയാളിയല്ലേ, ഞാനും മലയാളി. ഈ സിനിമ ചെയ്ത ഞാൻ മലയാളിയാണല്ലോ. ഈ സിനിമ നല്ലതെന്ന് പറയുന്ന ആളുകൾ മലയാളികളാണല്ലോ. അപ്പൊ ഒന്നൊക്കെ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില അതെന്താ വെച്ചാൽ അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് സിനിമയുടെ പ്രോബ്ലം എന്താ വെച്ചാൽ ചിലപ്പോ സിനിമയുടെ ഓഡിയൻസ് ലിമിറ്റഡ് ആണ്. അപ്പോ ഒരു സിനിമ അല്ലെങ്കിൽ മറ്റൊരു സിനിമ നിലനിൽക്കണമെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഓഡിയൻസിന് നമുക്ക് കിട്ടണമെങ്കിൽ ഓഡിയൻസ് സ്പ്ലിറ്റ് ആവണം. അപ്പോൾ ഓഡിയൻസ് സ്പ്ലിറ്റ് ആവണമെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട നടന്റെ സിനിമയ്ക്ക് ചിലപ്പോൾ ആളെ കിട്ടുമായിരിക്കാം. അല്ലെങ്കിൽ ഈ അപ്പുറത്തെ സിനിമ മോശമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് മറ്റു സിനിമകളോട് പേരുള്ള ചില ഫെനാറ്റിക്സിന്റെ ആവശ്യമുണ്ട്. അപ്പോ അവരാണ് അത് ചെയ്യുന്നത്, അല്ലാതെ മലയാളികളല്ല. മനസ്സിലായി? അപ്പോ ഓഡിയൻസ് സ്പ്ലിറ്റായി പോകുമെന്ന് ഭയന്നിട്ട് ഈ ഒരു സിനിമ അഥവാ അത് പൊങ്ങി വരാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാൻ ആൾക്കാർ സാധ്യതയുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അതിനെ തകർത്ത് കളയുക എന്ന തരം ഗുണ്ടാ പ്രവർത്തനമാണ് അത്, മനഃപൂർവ്വം. അതല്ലാതെ അത് ജനുവനായിട്ടുള്ള സംസാരങ്ങളല്ല. ജനുവനായിട്ടുള്ള സംസാരിക്കുന്നവരോട് എനിക്ക് മറുപടി പറയാൻ പറ്റും, അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ജനുവൻ ഇപ്പൊ നമുക്ക് കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് ഈ ഫിയോക്കിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, തിയേറ്റർ സംഘടനയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവര് പ്രധാനമായിട്ട് പറയുന്നത് തിയേറ്ററിൽ ആള് കയറാത്ത 2-3 കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കണ്ടന്റ് ഇല്ല കഥകൾക്ക്. ഇവിടെ എടുക്കുന്ന നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും കണ്ടന്റ് അറിയില്ല, കലാമൂല്യം അറിയില്ല. അതിന്റെ തെളിവായിട്ട് ഒരു തമിഴ് മറ്റ് അന്യഭാഷ ചിത്രങ്ങൾ വരുമ്പോൾ നിറസദസ്സാണ്, അവർ പണം വാരി പോകും. ഇവിടുന്ന് മലയാള സിനിമയ്ക്ക് അതിന് വേണ്ട കണ്ടന്റ് ഇല്ല, താരമൂല്യങ്ങളില്ല, നല്ല കഥകളില്ല എന്ന് ഫിയോക്ക് തിയേറ്റർ സംഘടനയാണ് ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ അതിനോട് വിമർശനം കേട്ടില്ല. ഞാൻ ആ പത്രസമ്മേളനം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പറയാം. എനിക്ക് അറിഞ്ഞോളൂ ഇനി അതിനെക്കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് വിജയകുമാറാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, സിനിമകൾ ഈ സിനിമ ഇപ്പൊ ആളുകളിൽ ഇതിന് ഫിലോസഫി മനസ്സിലായില്ലെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ആൾക്കാർ ഒരു ഫിലോസഫി മനസ്സിലാക്കണ്ട, ആൾക്കാരെ ഡെപ്തിൽ മനസ്സിലാക്കണ്ട, ആളുകള് അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യില്ല. ഓക്കെ, ചിരിക്കാമല്ലോ, അതിനകത്ത് ചിരി കാണുന്നുണ്ട്, അതിനകത്ത് കാഴ്ചകളുണ്ട്. ഈ കാഴ്ച മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ഇത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ആരെന്നറിയാം? നമ്മുടെ ചായക്കടയിൽ, നമ്മുടെ നാട്ടിൽ. ഞാനൊക്കെ നാട്ടിൻപുറത്ത് വളർന്ന മനുഷ്യനാണ്. ഞാൻ നാട്ടിൻപുറത്ത് ഇരിക്കുമ്പോൾ അവിടുത്തെ ചായക്കടകളിൽ ഇരിക്കുന്ന ചേട്ടന്മാര് പത്രം വായിച്ചിട്ട് ചർച്ച ചെയ്യുന്ന അത്രയും വലിയ രാഷ്ട്രീയം ഒരുപക്ഷെ ഒരു പത്രമാധ്യമത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവില്ല. ആഗോള രാഷ്ട്രീയമാണ് അവർ ചർച്ച ചെയ്യുന്നത്. ആഗോള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള വാഴയും അറിവുമുള്ള ആളുകൾ നമ്മുടെ നാട്ടുപുറങ്ങളിലുണ്ട് അല്ലേ? അപ്പോ നമുക്ക് അവര് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. അവർക്കെല്ലാം ബുദ്ധിമുട്ട് കണ്ടാൽ മനസ്സിലാവും. ഇതെന്താണ് കണ്ടാൽ മനസ്സിലാവുന്ന പാടത്താണ്. 17-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു രാജാവ് കൃഷ്ണൻ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. ആ രാജാവ് ഇന്നത്തെ കാലത്തെ കോടതി അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഇന്നത്തെ കാലം പുതിയ കാലത്തെ പോലത്തെ കോടതി മുറികളിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് എവിടെ വേണമെങ്കിൽ വിചാരണ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ കഥയിൽ എന്താണ് മനസ്സിലാക്കാനുള്ളത്? എന്തൊക്കെ മനസ്സിലാക്കാനുള്ളത്? 17-ാം നൂറ്റാണ്ടിൽ രാജാവ് ക്രൈം ചെയ്തു. ആ ക്രൈം ഇന്നത്തെ കാലത്ത് വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് സംഭവിക്കുക? അങ്ങനെയെങ്കിൽ അയാൾ ആ വിചാരണ ചെയ്യപ്പെടുന്ന ആ എന്താ പറയുന്ന പരാതിക്കാരന് നീതി കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് അങ്ങോട്ട് ഉണ്ടാകുന്നത്? ഈ രാജാവിന്റെ ഭാഗത്തു നിന്നുള്ള ശരികൾ എന്തൊക്കെയാണെന്നാണ് രാജാവിനെ കൊണ്ടുകൊണ്ട് നമ്മൾ തലപ്പറയുന്നില്ല. രാജാവിന്റെ ഭാഗത്തെന്ന് പറയുന്നുണ്ട്, പരാതിക്കാരന്റെ ഭാഗത്ത് കോടതിയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുക, അതിന്റെ വാദപ്രതിവാദങ്ങൾ എന്താണ് നടക്കുന്നത്, അതിന്റെ ശരികൾ എവിടെയാണ്, അതിന്റെ തെറ്റുകൾ എവിടെയാണെന്നുള്ള ചർച്ചകളാണ് അതിന് പോകുന്നത്. പക്ഷെ അതൊരു ഡ്രൈ ആയിട്ട് ചർച്ചയില്ല, അത് ആളുകൾ ചിരിപ്പിച്ച് രസിച്ചിട്ടാണ് അത് പോകുന്നത്. അപ്പോ നമ്മളങ്ങനെ മുൻപ് ഏത് പോയത് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഇതല്ലേ, ഇന്ന പോലെ രാജാവ് ഇന്ന കാലത്ത് ചർച്ച
വിചാരണ ചെയ്യപ്പെടുന്നത്. 2 തരം വിചാരണകളാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനപ്പുറം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ കുറച്ച് ആളുകൾ പറഞ്ഞു ഇംഗ്ലീഷ് മനസ്സിലായില്ല എന്നുണ്ട് കുറെ പോയിന്റ്സ്. ഇംഗ്ലീഷ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്രയധികം അപമാനം സഹിച്ചിട്ട് സിനിമയിൽ നായിക കഥാപാത്രമായ ദേവിയായി കരയില്ല. അതിനർത്ഥം ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അല്ല, അങ്ങനെയല്ല. കണ്ണുനീരില്ലാത്ത ഒരു പെൺകുട്ടി, കണ്ണുനീരില്ലാത്ത ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സങ്കല്പം സിംബോളിക്കായിട്ടാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരാളെ ഉപദ്രവിച്ച പിച്ചിയാക്കാരെയും കണ്ണുനീർ വരും, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചാൽ കണ്ണുനീർ വരും, കളിയാക്കിയാൽ കണ്ണുനീർ വരും. കണ്ണുനീർ വരാത്ത ഒരു പെൺകുട്ടി എന്നുള്ളൊരു കാഴ്ചപ്പാട് എഴുതാൻ എഴുതാന്റെ വീക്ഷണത്തിൽ വേറൊരു സിംബോളിക്കായിട്ടുള്ള എലിമെന്റ് അദ്ദേഹം ആഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ തന്നെ ഒരു മാനുഷികമായ രീതിയിൽ എടുക്കേണ്ടതില്ല. ഒരു മാനുഷികമായ രീതിയിൽ ഒരു മനുഷ്യനായിട്ട് എടുത്ത് അതിനെ റെപ്രസെന്റ് ചെയ്ത് പറയേണ്ടതില്ല. കാലം അതിന്റെ സ്പേസ് എല്ലാം ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ് സിനിമയിൽ. അപ്പോ ഒരു കൃത്യമായ ഒരു കാലത്തിൽ നടക്കുന്ന ഒരു കഥ എന്ന് അതിനെ പറയുന്നത്, ഒരു കാലം അതിനകത്ത് കോടതി പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു കാലം പറയുന്നുണ്ട് 2030 എഴുതിയിട്ടുണ്ടെന്നല്ലാതെ ഒരു കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ആ കേസിന് വിധി വരുന്നത് ചിലപ്പോൾ എത്രയോ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. അന്ന് ഒരു കേസ് വന്നു, ആ കേസിന് വിധി വരുന്നത് ചിലപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം. പ്രശ്നമായിട്ടാണ് അത് അതിന്റെ കാലം എന്നുള്ളതിനെ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ഇന്ന കാലത്തിൽ എന്ന് പറയുന്ന ഒന്നായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ കേസ് നടക്കുന്ന സമയവും അതിന്റെ വിധി പറയുന്ന സമയവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. അതായത് ഇന്ന കാലത്തിൽ മാത്രം നടക്കുന്ന കേസല്ല, ഒരു കാലത്തിന്റെ മാത്രം കേസല്ല, അതിന് കാലമേ ഇല്ല. ആ കേസിന് 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു ക്രൈമിനെ ഇന്നത്തെ കാലത്ത് വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന് വളരെ എന്ന് വിചാരിക്കാം. അടുത്ത സംഗതി ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല, ഈ വിചാരണ എങ്ങനെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ വിചാരണ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, ഈ വിചാരണയുടെ പ്രൊസീഡിങ്സ് എങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇതിന് എന്താണ് സംഭവിച്ചത്, ഇതിന് എന്ത് റിസൾട്ടാണ് ഉണ്ടായത്, ഇതിന് വല്ല എലമെന്റ്സ് ഉണ്ടോ, ഇത് കാണാൻ രസമുണ്ടോ എന്നുള്ള പറഞ്ഞില്ലേ പോയിട്ട് അതവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവാനുള്ള പാടെ ഏത് പോയിന്റ് എന്നായിരിക്കും മനസ്സിലാവുന്നത്. മനസ്സിലാവാൻ പാടെന്ന് പറയുന്നില്ലേ, അത് ഏത് പോയിന്റാണ്? അങ്ങനെയില്ലല്ലോ. അങ്ങനെ അതായത് ഒരു കാലത്ത് നടക്കുന്ന ഒരു 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ആളുകൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ സാങ്കല്പികമല്ലേ, ഫിക്ഷൻ അല്ലേ. ആ ഫിക്ഷൻ അല്ലെങ്കിൽ ഫാന്റസി എന്ന് പറയുന്ന ഒരു സംഗതിയെ അതിനകത്ത് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടോ, അത് ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ സങ്കല്പങ്ങൾ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജാവ് എന്ന് പറയുന്നത് നമ്മൾ കഥകൾ വായിക്കുമ്പോൾ ഒരു രാജാവിന്റെ കഥ നമ്മൾ കാണുന്നില്ല. ഒരു രാജാവ് എന്ന് പറയും. അപ്പൊ രാജാവ് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും രാജാവായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു രാജാവിന്റെ കഥ പറയുമ്പോൾ അങ്ങനെ ഒരു രാജാവെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരിടത്തൊരു നമ്മൾ ചെറുപ്പം തൊട്ടേ കഥകൾ കേൾക്കുന്നത് എങ്ങനെയാണ്, ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ കഥ കേട്ടിട്ടുള്ളത്. ഒരിടത്തൊരിടത്തൊരു നമ്മുടെ തൊട്ടായിരുന്നു പപ്പചേട്ടനുണ്ടായിരുന്നു കഥകളേക്കാളും നമ്മൾ കേൾക്കുന്നത് ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നല്ലേ ചെറുപ്പം. നമ്മൾ ബാലരമയിലും നമ്മളെല്ലാ സ്ഥലത്തും വായിക്കുന്നത് അതുപോലെയല്ലേ അല്ലേ? ഒരിടത്തൊരിടത്തൊരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരിടത്തൊരു മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? കാട്ടിലെ കിട്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നു. ഡിങ്കൻ എന്ന് പറയുന്നത്, ഡിങ്കൻ എന്ന് പറഞ്ഞ ആളുണ്ടോ? ചുണ്ടലിയായിട്ട് ഇതിനെ രക്ഷിക്കാൻ വരുന്നത് ഡിങ്കൻ. നമുക്ക് മനസ്സിലാവാത്ത വല്ലതാണോ? അത് രസമല്ലേ, സ്വീകരിക്കില്ലേ? ആൾക്കാർ സ്വീകരിക്കണ്ടേ? ഡിങ്കൻ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണ്ടേ? സ്പൈഡർമാൻ നമ്മള് നേരെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അവിടെ പോയി അല്ലേ പിടിച്ചിരുന്നു, നമ്മൾ പറഞ്ഞു പോയി എന്ന് പറയുന്നത് ബന്ധം റിലേറ്റ് ചെയ്യുന്നത് അറിയാമോ? മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടോ സ്പൈഡർമാൻ അല്ലേ? ചർച്ചയാവുന്നുണ്ടല്ലോ, ചർച്ചയിൽ നടക്കുന്നത്. ലിങ്കനായിക്കോട്ടെ, മായാവി ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും ഉള്ള കഥാപാത്രങ്ങളല്ല. നമ്മൾ കഥ പറയുന്ന വലിയ കഥയല്ലേ ചെറുപ്പമൊക്കെ, ജമ്പനും തുമ്പനും നമ്മൾ കഥ പറയുന്നു. അപ്പൊ അങ്ങനെ പല കഥാപാത്രങ്ങളും നമുക്ക് രസകരമായിട്ടുള്ള കഥാപാത്രം. ഒരിടത്തൊരു രാജാവ് അതുപോലത്തെ കഥ പറയാം. ഡെവിഡിന്റെ കഥാപാത്രം കാലത്തെയാണ് സംഭവിക്കുന്നത്. കാലം കൊണ്ട് കൃത്യമായി കാലം എന്ന് പറയുന്നത് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നതുമില്ല. കാലം
ഒരു കാലത്ത് നിന്ന് ഒരു കാലത്തേക്ക് സാക്ഷിയായി കൊടുക്കുന്ന കാലത്തെയാണ് കഴിയുന്നത്. കാലത്തിനെ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാലമായിരിക്കും, കാലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിന്റെ കഥാപാത്രം വരുന്നത്. മുന്നോട്ട് പോകുന്ന കാഴ്ചകളും അതിന്റെ അന്തരാർത്ഥങ്ങളും ഒക്കെയാണ് അവസാനത്തെ ചിത്രശലഭവും കൂട്ടം കൂടിയ ചിത്രശലഭങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻഫിനിറ്റിയിലേക്ക് പോകണം, അനന്തതയിലേക്കാണ്. അതായത് ചോദിക്കാം, അപൂർണാനന്ദനാണ് അപൂർണാനന്ദൻ. ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് യാത്ര. പൂർണ്ണത എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇൻഫിനിറ്റ്. കാലത്തിന്റെ യാത്ര തന്നെ ഇൻഫിനിറ്റിലേക്കാണ് യാത്ര, അനന്തതയിലേക്കാണ് കാലം യാത്ര ചെയ്യുന്നത്. അതിനൊരു എൻഡില്ല. അപൂർണാനന്ദം എന്ന പേര് തന്നെ കിട്ടുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ യാത്ര ദൈവത്തിന്റെ പ്രതിരൂപം അങ്ങനെ പറയാം. ദൈവം ഞാൻ ഉദ്ദേശിച്ചില്ല. കാലം എന്താണ്, ടൈം, സാക്ഷി. അതൊരു സിനിമയുടെ കണക്റ്റിംഗ് ബ്രിഡ്ജായിരുന്നു കോയിന്റെ എണ്ണൽ. അത് എണ്ണല് പല സംശയങ്ങൾ എണ്ണി തീരുന്നില്ല, നമ്മളുടെ ആഗ്രഹങ്ങൾ എണ്ണി തീരുന്നില്ല, കേസുകൾ എണ്ണി തീരുന്നില്ല. എണ്ണി തീരാത്ത പല ലെയറുകളെ കുറിച്ചും റെപ്രസെന്റ് ചെയ്തിട്ടാണ് കോയിൻ എണ്ണലുകൾ കാണിച്ചത്. മനുഷ്യൻ എല്ലാ കാര്യത്തെയും എണ്ണി തെറ്റപ്പെടുത്തി കൃത്യമായി ഒരു കണക്കുകൂട്ടലില് വെക്കാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും പ്രകൃതിക്ഷോഭം വീണ്ടും എണ്ണാൻ തുടങ്ങും. അങ്ങനെ പലതരത്തിലുള്ള എണ്ണലുകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അത് ഒരു എന്റർടൈൻമെന്റിന് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പോലും അതിന് അതിൻ്റെതായ ഒരുപാട് ഡയമെൻഷൻസും ഈ കാലങ്ങൾ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ഒന്നായിട്ട് കൂടി ഉപയോഗിച്ചത്. അതെ അതെ. അതൊക്കെ മാത്രമല്ല, കൊയ്ക്ക് എണ്ണി പറയുന്നത് രാജാവിന്റെ ഇടതുവശത്ത് നിന്നാണ് ഒരു കോയിൻ എണ്ണി തുടങ്ങിയത്. അല്ല, ജഡ്ജിന്റെ ഇടതുവശത്തായിരുന്നു ഒരു കോയിൻ എണ്ണിക്കൊണ്ടിരുന്നത്. രാജാവ് വന്നു കഴിയുമ്പോൾ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് കോയിന്റെ എണ്ണുന്നത്. കാലവും സ്പേസും ഒടുങ്ങാത്ത എണ്ണലും ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവും. ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗമില്ല. ഈ സിനിമ ഈ മഹാവീരന്റെ സിനിമ ഇത്രേ ഉള്ളൂ. ഈ സിനിമയുടെ കാഴ്ച ഇതാണ്. ഈ സിനിമയുടെ ആദ്യമധ്യാപനം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അല്ല, മന്ത്രിക്ക് പ്രണയം തോന്നിയിട്ടില്ല അത് പ്രേക്ഷകർ തോന്നലാണ്. നായികക്ക് തോന്നുന്നില്ല പ്രണയം തോന്നിയാണ്. പ്രണയപൂർവ്വം തന്നെയാണ് അദ്ദേഹം ഈ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുള്ളത്. പ്രണയത്തിന്റെ എലമെന്റുകൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നായികയെ പ്രണയിക്കാനുള്ള സാധ്യതകളില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് കള്ളത്തരം കാണിച്ചതാണ്. കാരണം എന്തുകൊണ്ടാണ് ഒരു മന്ത്രി എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ രാജാവിന് കൊടുത്തില്ലെങ്കിൽ മന്ത്രിക്ക് നഷ്ടപ്പെടുക മന്ത്രിയുടെ ലൈഫ് തന്നെയാണെന്നൊരു പ്രശ്നമുണ്ട്. സ്ത്രീയാണ് അതിനകത്ത് കാണിച്ചത്. പക്ഷെ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ, ആത്മാവിനെ നമുക്ക് അധികാരത്താൽ തൊടാൻ സാധിക്കില്ല. അധികാരത്തിന്റെ ശക്തിയാണ് അത്. നിങ്ങളുടെ ഒരാളെ പിടിച്ച് ജയിലിടാം, ഒരാളെ ഉപദ്രവിക്കാം, ഒരാളെ അത് അത്തരത്തിലുള്ള അധികാരത്തിന്റെ ബലപ്രയോഗത്താൽ ഒരാളുടെ ഇമോഷൻസിനെയോ ആത്മാവിനെയോ തൊടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ സിനിമയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സിനിമാറ്റിക് ആയിട്ടുള്ള 3 സ്ഥലം അങ്ങനെയാണ് എഴുതി. ഞാൻ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തത്. അത് ഒരു സ്ത്രീയെ എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പം സ്ത്രീയാണ്. കുറച്ചുകൂടെ വിശാലമായ ഒരു അർത്ഥത്തിൽ ഒരു വ്യക്തിയെ എന്ന് തന്നെ പറയാനാണ്. ഈ കോടതി മുറിക്കുള്ള കുറെ സംഭവങ്ങൾ കാലം മാറി, ഇവിടെ ഇരുന്ന കാലം ഞാൻ അങ്ങനെയൊന്നും പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് പറയാനോ ഒന്നും ഞാനാണല്ല. ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ വേണമെന്നോ അല്ലെങ്കിൽ ഇതാണ് ശരിയെന്നോ ഇതാണ് ശരിയായ രാഷ്ട്രീയമെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഈ സിനിമ ഞാൻ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതുമാണ്. ഇത് മുഖദസറ എഴുതി പറഞ്ഞാൽ ഞാൻ അപ്പാടെ ആ സിനിമ പറയാൻ ശ്രമിച്ചതാണ്. കോടതി മുറികളിൽ
ഇങ്ങനെയാണ് ഇപ്പൊ കുറച്ച് അഡ്വക്കേറ്റ് വിശ്വാസത്തെ കോടതി മുറിയിൽ ഇങ്ങനെ ചെയ്യും ആരെങ്കിലും അങ്ങനെ ഒരു കോടതി മുറിയായിട്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ജുഡീഷ്യറി ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി ആയിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ കോടതിയെ അവഗണിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അധികാരത്തിന്റെ ഒരു ചാട്ടയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ണുകളാൽ മാത്രം അല്ല ചിലപ്പോൾ നമുക്കൊരു കാര്യത്തെ സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. എന്താണ് മുഹദ്ദിസ് സാർ എഴുതിയത്? ആ മുഹദ്ദിസ് സാർ എഴുതിയ കഥയുടെ സിനിമാറ്റിക് ആവിഷ്കാരമാണ് ഞാൻ ചെയ്തത്. അതല്ലാതെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇതിൻ്റെ നിയമവ്യവസ്ഥകൾ ഇങ്ങനെയല്ല വേണമെന്നോ ഇങ്ങനെയാണ് വേണ്ടതെന്നോ ഇത് ശരിയാണെന്നോ ഇത് ശരിയാണെന്നോ പറയാൻ ഉള്ള ആളില്ല ഞാൻ. മുഹദ്ദിസ് സാറിന് പക്ക രാഷ്ട്രീയങ്ങൾ പറയുന്ന വ്യക്തിയാണ്, തുറന്നടിച്ച് പറയുന്ന വ്യക്തിയാണ് മുഹദ്ദിസ് സാറിന്. നമുക്കറിയാവുന്നതുകൊണ്ട് മുഹദ്ദിസ് സാർ പറഞ്ഞു വെച്ച കഥയാണ് താങ്കൾ ഇത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സംവിധാന നിലയിലുണ്ട്. അതിലൊരു രാഷ്ട്രീയം പറഞ്ഞു വെച്ചിട്ടില്ലേ? അദ്ദേഹം തീർച്ചയായും ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറഞ്ഞ സിനിമയിലൂടെയാണ്. ഞാൻ പിന്നീട് ഞാനായിട്ടത് വെർബലിയോടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സിനിമ നമ്മൾ പറയുമ്പോൾ നമ്മൾ സിനിമയുടെ കാഴ്ചകളൊക്കെ നമ്മൾ സിനിമയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഞാൻ പറഞ്ഞില്ല, അത് സിനിമയിലൂടെ നമ്മൾ പറയേണ്ട കാര്യമാണ്. അത് ആ പോയിന്റ് പിന്നെ ഞാൻ ആവർത്തിക്കാൻ സിനിമയിലൂടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോഴത്തെ ഭരണകൂടം ഉൾപ്പെടെയുള്ള നേരത്തെ താങ്കൾ പറഞ്ഞു വെച്ചിരുന്നു. അതല്ല, ഞാൻ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരെയോ ഭരണാധികാരിക്കെതിരെയോ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മാധ്യമം സിനിമയാണ്, സിനിമയാണ്. ആ സിനിമയെ ആൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, ആൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ഹൈദർബോയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഓരോ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. വേറൊരാൾക്ക് വേറെ രീതിയിൽ അതിനെ ഞാൻ ഇന്നതുപോലെ വേണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നു. പ്രേക്ഷകരുടെ ഇന്റർപ്രിട്ടേഷൻ പ്രേക്ഷകരുടെ സ്വാതന്ത്ര്യമല്ലേ. അപ്പോ നിവിൻ പോളിയെ പോലൊരു നടനോട് നിങ്ങൾ തന്നെ ആളുകൾ പറയും നിവിൻ കംഫർട്ട് സോണിൽ നിന്ന് മാത്രമാണ് സിനിമ ചെയ്യുന്നത്. നിവിനെപ്പോഴും സിനിമ ചെയ്യുന്നത് കോളേജിൽ പോയുടെ കഥകൾ പ്രണയ കഥകൾ മാത്രമാണ്. ഇയാൾ മാറ്റി ചിന്തിക്കുന്നില്ല. ഇയാൾ എന്ന രീതിയിൽ നിവിനെ കുറിച്ച് പറയുന്നു ഒരു കൂട്ടം ആളുകൾ. ഇപ്പോഴത്തേക്ക് മാറി നിൽക്കുമ്പോൾ അയാൾക്ക് അത് തന്നെയായിരുന്നു കറക്റ്റ്. കൺഫ്യൂസ് ചെയ്ത് ഇപ്പൊ നിവിനോടൊരു കഥ പറഞ്ഞാൽ നിവിനൊരു എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ ഒരു സിനിമയെ കുറെ ആളുകൾ ഒന്നടങ്കം ആക്രമിച്ച് അയാൾ മുന്നോട്ട് വരാനേ പാടില്ല എന്ന തരത്തിൽ ആക്രമിക്കപ്പെട്ട നിവിൻ എന്തായാലും ചിന്തിക്കാൻ എനിക്കറിയില്ല. ഇപ്പോൾ ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ നിവിൻ ആക്ട് ചെയ്യാൻ തയ്യാറായെന്നുള്ള മാത്രമല്ല, നിവിൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി. അപ്പോ നിവിനെ പോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, എല്ലാ തരം ആളുകളും, അതായത് എല്ലാവരും ഒന്നടങ്കം ഈ സിനിമയെ നിരാകരിച്ചിരുന്നില്ല, എല്ലാവരും ഒന്നടങ്കം ഈ സിനിമയിൽ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല. എല്ലാവരും പറയുകയാണ് ഈ സിനിമ കൊള്ളുകയില്ല, ഒരു തരത്തിലും ഈ സിനിമ ഈ ആർട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും കൊള്ളുകയില്ലെന്ന് എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 100% സാമ്പിളായി ഞാൻ സംസാരിക്കാൻ കഴിയില്ല.